ഡിവൈഎഫ്ഐ. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു കാര്യം കൂടി പരാമർശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടകടച്ചിട്ടവരല്ല ഡിവൈഎഫ്ഐക്കാർ. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് ടോമാഞ്ചറി കാണാൻ പോയവരല്ല ഡിവൈഎഫ്ഐക്കാർ. മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ചോറ്, പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, മുടങ്ങിയിട്ടില്ല. മുൻകൈയെടുത്ത എന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ള നഗ്നസത്യം ഞാനിവിടെ അറിയിക്കട്ടെ. അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയമോ വിജയമോ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാനവികതയുടെ മുദ്രാവാക്യമാണ്. തോറ്റെന്ന് സമ്മതിച്ചോ മഞ്ജുഷ്? തോറ്റെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ചോറ്, പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ചിന്താ ജെറോം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പൊതുവെ പരിഹസിക്കാനും താടിക്കെട്ട് തട്ടാനും തലക്കെട്ട് ഞോടാനുമുള്ള ഒരു ഹാസ്യ കഥാപാത്രമായി പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പരിഹസിക്കപ്പെടേണ്ടുന്ന ഒരാളല്ല. ചിന്താ ജെറോം നല്ല ബുദ്ധിയും ഭാവനയും പ്രതിഭയുമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. അവർ യുവജനക്ഷേമ ബോർഡിന്റെ അധ്യക്ഷയായിരുന്നു. 1 ലക്ഷം രൂപ വീതം മാസം ശമ്പളം പറ്റിയിരുന്ന ആളാണ്. അതിന്റെ കുടിശ്ശിക കിട്ടിക്കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന പ്രഖ്യാപിച്ച ആളാണ്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും ചെയ്തു. പിന്നെ പൊതിച്ചോറ് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സഹൃദയന്മാരുടെ വലിയ പരിലാളനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇവരുമൊത്ത് പണ്ട് ഒരു TV ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥി KSUവിൻ്റെ പ്രതിയൊക്കെ പറഞ്ഞത് SFIക്കാരുടെ മർദ്ദനത്തെക്കുറിച്ചും അവിടെ മറ്റ് സംഘടനകൾ നേരിടുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ചുമാണ്. ചിന്താ ജെറോമിനോട് എന്ത് പറയുന്നു ചിന്ത എന്ന് ചോദിച്ചപ്പോൾ ചിന്ത ഉടനെ പറഞ്ഞു, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നത് SFIയുടെ ഗുണ്ടായുസമല്ല, പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതെന്ത് പറ്റിയവർക്ക് എന്ന് വിചാരിച്ചു. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. നമ്മുടെ അമ്മയും മമ്മിയും ഉമ്മയും കോളേജിൽ പോകുമ്പോൾ പൊതിഞ്ഞ് കെട്ടിത്തരുന്ന ആ പൊതിച്ചോറിനൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഞാൻ നോക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിക്ക് ചിരി അടക്കാൻ പറ്റുന്നു. ശാസ്ത്രജ്ഞന്മാർ, ന്യായാധിപന്മാർ, അഭിഭാഷകർ, എൻറാമിനെ പോലെയുള്ള വളരെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ പൊതിച്ചു വിടുന്ന പൊതിച്ചോറ്, അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടവും ചിരിക്കുകയാണ്, ABVP-കാരന് ചിരിക്കുകയാണ്, മാധുവിന് ചിരി വരുന്നുണ്ട്. പക്ഷേ അവതാരകയായിട്ട് ചിരിക്കാൻ പറ്റിയില്ല. എനിക്ക് ചിരി വന്നുവെങ്കിലും ഞാൻ ചിരിച്ചില്ല. ഞാൻ വളരെ ബലം പിടിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ ഉടനെ രാഹുൽ എന്നെ വിളിച്ചു. എന്നാലും എൻ്റെ ചേട്ടാ ഇത് കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരുന്നു എന്ന് ചോദിച്ചു. നമ്മൾ പൊന്നുമോനെ, എൻ്റെ വാരിയലിൽ തകർന്നു പോയടാ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. കാരണം ഇത് കേട്ടിട്ട് ചിരി അടക്കി പിടിച്ചിട്ട് അത്രയും സമ്മർദ്ദമായിരുന്നു. എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ പകർന്നു തന്നിട്ടുള്ള ഒരു മഹതിയാണ് ചിന്താ ജെറോം. പൊതിച്ചോറിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ സെൽഫിയെക്കുറിച്ചുമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല.
അമ്മയുടെ ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. ഈ സെൽഫിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, സെൽഫിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫികൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ വാഴക്കുലയെക്കുറിച്ച് നടത്തിയ ഗവേഷണം അത് തന്നെ ഭയങ്കരമാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വൈലോപ്പിള്ളി എഴുതിയ വാഴക്കുല പഴുത്ത എത്രയാണ് പഴുക്കാത്ത എത്രയാണ് എന്ന പഠനത്തിനാണ് പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയത്. ഈ ബികോം തോറ്റവരെ എംകോമിന് ചേരുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ UUC ആയിട്ട് യൂണിവേഴ്സിറ്റി യൂണിയനിൽ പോകുന്ന, അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മഹാസംഘടനയാണ് SFI. മാതിരി ചിന്താ ജെറോ ഈ പൊതിച്ചോറിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, ഇനി മരുന്നില്ലെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. വിശക്കുന്നവർക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്നാൽ മതി, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ സുഭിക്ഷമാണ് എന്ന അർത്ഥത്തിലാണ് അവരത് പറഞ്ഞത്. പക്ഷേ ഈ നാട്ടിലെ യാതൊരു ഹൃദയശുദ്ധിയുമില്ലാത്ത, ആർത്തകയ്ക്ക് ഉപ്പ് തേക്കാത്ത ട്രോളന്മാർ ഈ പാപത്തിനെ ഇങ്ങനെ പരിഹസിക്കുകയാണ്. ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ചിന്താ ജെറോം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചപ്പോൾ ഒരു റിസോർട്ടിൽ പോയി കൊല്ലങ്ങളോളം താമസിച്ചു. അത് തന്നെ ഒരു വലിയ ത്യാഗമല്ലേ. കൊല്ലത്തുള്ള വീട് പൊളിച്ചപ്പോൾ തങ്കശ്ശേരിയിലുള്ള റിസോർട്ടിൽ പോയി താമസിച്ചു. അങ്ങനെ റിസോർട്ടുകാർക്ക് അനർഹമായ പല ആനുകൂല്യങ്ങളും കിട്ടാനിടയെന്നുള്ള വേറൊരു കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെ നിസ്വാർത്ഥമതിയായ ഒരു ചെറുപ്പക്കാരിയാണ് ചിന്താ ജെറോം. അവരെന്തെങ്കിലും പറഞ്ഞതിൽ നാക്കുപിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഇനി ഡോക്ടറേറ്റ് കിട്ടുന്നത് താല്പര്യമുള്ളവർ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ്, ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ്. പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ചിന്താ ജെറോം എന്ന വിഷയമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും, കിട്ടിയാൽ മതിയാവും. ശരിക്കും തന്നല്ലേ. അതുകൊണ്ട് ഏതായാലും പ്രത്യേകിച്ച് പദവികളും തസ്തികകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കൊല്ലത്തും സമീപത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും നന്നായിട്ട് പ്രസംഗിക്കണം. UDF സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും തോക്കാതിരിക്കാനുള്ള സാഹചര്യം ചിന്താ ജെറോമിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അവർക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം.